ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ മനോഭാവം എന്താണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. എൻ്റെ അമ്മോ. ഓക്കെ, ഇവിടെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കഴിവുകളുള്ള ഒരാളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ല രീതിയിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ ഓർത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ജീവിതം ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ സ്വന്തമായിട്ട് അവനവനെ കൊണ്ടാകുന്ന രീതിയിൽ ഏകോപിപ്പിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഒറ്റക്ക് സർവൈവ് ചെയ്തുകൊണ്ട് പോകുന്നു. പല ആളുകളുടെയും സഹായം ഉണ്ടാകേണ്ട സിറ്റുവേഷനിലും നിങ്ങൾ ഒറ്റക്ക് തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ, അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത ഒരു പരിപാടി. അതിനൊരു കഴിവ് വേണം, കഴിവില്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളിലെ കഴിവുകൾ, നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത പല കഴിവുകളും അത് പുറത്തെടുത്ത് നിങ്ങൾ തന്നെ ഒറ്റക്ക് ഇങ്ങനെ എന്താ പറയാ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കാണ് റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ. നിങ്ങളത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ചെയ്തുകൊണ്ടിരിക്കുന്നു, പലർക്കും വേണ്ടി, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അതൊരു കഴിവ് തന്നെയാണ്. പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗന്ദര്യവും ഉണ്ട്, പല രീതിയിലുള്ള പല കഴിവുകളും ഉണ്ട്, പല വിധത്തിലുള്ള എന്താ പറയാ ക്വാളിറ്റീസും ഉണ്ട്. പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണേണ്ടവർ കാണുന്നില്ല, അല്ലെങ്കിൽ അറിയേണ്ടവർ അറിയുന്നില്ല. അതാണ് ഇതിലുള്ള മെയിൻ പ്രശ്നം. അപ്പോൾ എന്താ പറയാ, ഈ ലോകം കണ്ടതിൽ വെച്ച് ഒരു നല്ലൊരു വനിതയാണ് ഡയാന രാജകുമാരി അല്ലേ. ഡയാന രാജകുമാരി അവരുടെ ആ ഒരു രാജ്യത്ത് മാത്രം അറിയുന്ന ഒരു വ്യക്തിയല്ല, ഈ ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിയാണ്. അവർക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ട്. അവർ ജനങ്ങളുടെ നടുക്കോട്ട് ഇറങ്ങി ചെന്ന ഒരു വ്യക്തിയാണ്. സൗന്ദര്യവും ഉണ്ട്, പല വിധത്തിലുള്ള പരിപാടികളും സ്വന്തമായിട്ട് കഴിവുകളും ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത്രയും കഴിവുകളും അത്രയും സൗന്ദര്യമുള്ള വ്യക്തിനെ ലോകം മുഴുവൻ ആ കഴിവുകൾ കണ്ടു, ലോകം മുഴുവനും ആ സൗന്ദര്യം കണ്ടു. പക്ഷെ കൂടെ നിന്ന സ്വന്തം ചാൾസ് എന്താണ് ചെയ്തത്? അതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം. കൂടെ നിൽക്കുന്ന ആളുകളുടെ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചല്ല റിയലൈസേഷൻ ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും പറഞ്ഞാൽ മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ അടുത്തോട്ട് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് പരാമർശിച്ചാലോ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ കുറിച്ച് പരാമർശിച്ചാലോ അതും നിങ്ങളുടെ വ്യക്തി സമ്മതിക്കില്ല.
കാരണം അതെല്ലാം നിങ്ങളുടെ വെറും പൊള്ളയായിട്ടുള്ള തോന്നലുകൾ മാത്രമാണ് എന്ന് നിങ്ങളുടെ വ്യക്തി ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരെ വരെ മാറ്റി ആ പ്രസംഗത്തിൽ മെഡൽ വരെ നേടുന്ന രാഷ്ട്രീയക്കാരാണ് ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. അതിനേക്കാളും വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആള്. കാരണം അതങ്ങനെയല്ല, ഇങ്ങനെയാണ്. നിങ്ങളെ തിരുത്താൻ നോക്കും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ അല്ല ഇങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോ അല്ല, നിങ്ങൾ തെറ്റുകാരി അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരൻ, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം, നിങ്ങളുടെ തോന്നലുകളാണ് പ്രശ്നം, നിങ്ങൾ പറയുന്ന സംസാരങ്ങളാണ് പ്രശ്നം എന്ന് നിങ്ങളെ കൈചൂണ്ടി നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നിങ്ങളുടെ മച്ചമ്പി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലോലമ്മ ചെയ്യുന്ന പരിപാടികൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു റിയലൈസേഷൻ ഇല്ല. ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ, നല്ല തട്ടുപൊളിപ്പൻ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഇതും. പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് പറയുമ്പോഴേ തെറ്റുകള് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയുള്ള ആളുകൾ തിരുത്തി കൊടുക്കുകയല്ല, വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകളും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സായിരിക്കാം പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തികളായിരിക്കാം. കാരണം അങ്ങനെയുള്ള ഒരു ചിന്താഗതി കൊണ്ടുവന്ന് ഒരു ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്ന അവസ്ഥ. കാരണം ആ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിരുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകളെ ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ പല വ്യക്തികളുടേതായിട്ടുള്ള ഒരു ഇടപെടലും കൊണ്ട് മാറ്റി നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അകൽച്ച സമ്മാനിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ ധാരാളമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ ഒരു വിഷമം, സങ്കടം, പല കാര്യങ്ങളും. അയ്യോ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും പെടുന്ന ആളല്ലല്ലോ, അയ്യോ ഞാൻ അങ്ങനെ പെട്ടുപോയി, എന്ത് ചെയ്യും എന്നുള്ള എനർജി. കാരണം നിങ്ങൾ നല്ല രീതിക്ക് ഈ വ്യക്തിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. അകമഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ട് നിന്നിട്ടുണ്ട്, പ്യുവറായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ വ്യക്തിനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സന്തോഷം തോന്നി, നിങ്ങളുടെ മാച്ചിനൊത്ത, നിങ്ങളുടെ അതേ വൈബിനൊത്ത ആളായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ സംസാരിച്ചു. അങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചു. പിന്നെ പിന്നെ പോകെയാണ് അതല്ല, അതുവേ ഇത് റേ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. കാരണം നിങ്ങളുണ്ടായിട്ടും മറ്റു പല കാര്യങ്ങൾക്കും ഈ ആള് പ്രയോറിറ്റി കൊടുക്കുന്നു. നിർത്തേണ്ടവരെ നിർത്തേണ്ട രീതിയിൽ ഈ വ്യക്തി നിർത്തുന്നില്ല. പകരം ജീവിതമേ അർപ്പിച്ച നിങ്ങളാ എന്താ പറയാ പല കാര്യങ്ങൾക്കും പുറത്തു നിർത്തേണ്ട അവസ്ഥ, അല്ലെങ്കിൽ പ്രയോറിറ്റി തരാതെ മൂലക്ക് കൊണ്ടുപോയി നിർത്തേണ്ട അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ കഴിവില്ലാത്തവരോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോ ഒന്നുമല്ല, എല്ലാ രീതിയിലുള്ള പരിപാടികളും ഉള്ളതാണ് ഇവിടെ, അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷെ അതൊന്നും കാണാതെ ഒരാളുടേതായിട്ടുള്ള എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവരെനിക്ക് മനസ്സമാധാനം തരുന്നില്ല, അവരെ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് നിങ്ങൾക്ക് ആ വ്യക്തികളോട് വൈരാഗ്യമുള്ളത് കൊണ്ടാണ്, നിങ്ങൾക്ക് ആ വ്യക്തികളുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും വൈരാഗ്യമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. ശരിക്കും ആ വ്യക്തികൾക്ക് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള വൈരാഗ്യവും ഇല്ല, ശത്രുതയും ഇല്ല, ഒരു പരിപാടിയും ഇല്ല എന്നൊക്കെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു വഴക്കുണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. കാരണം അത് മച്ചമ്പിക്ക് ഉപ്പും പഞ്ചസാരയും ഒരുപോലെ ആയിട്ട് തോന്നിയിട്ടാണ്. അല്ല ഞാനെന്ത് പറയാനാ.
ഓക്കെ, നിങ്ങളുടെ വ്യക്തി ഇവിടെ പറയുന്നത് നിങ്ങൾ തന്നെയും പിന്നെയും വീണ്ടും വീണ്ടും പല കാര്യങ്ങളും അതന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇവർക്ക് എന്താ പറയാ, മെന്റലി ടെൻഷൻ ഉണ്ടാക്കുന്നു. എന്നാ അപ്പൊ മെന്റലി ടെൻഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം സോൾവ് ചെയ്ത പ്രശ്നം തീർന്നില്ലേ? പക്ഷേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാതെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെതായിട്ടുള്ള പരിപാടികൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് വീണ്ടും നിങ്ങൾ പല സീനും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? അല്ലെങ്കിൽ പല കാര്യങ്ങളും വെച്ച് സംസാരിച്ച് ആവർത്തിക്കുന്നു? പല സിറ്റുവേഷൻസിനെ പറ്റിയോ വ്യക്തികളെ കുറിച്ചോ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആവർത്തിക്കുന്നത് ചിലപ്പോ നിങ്ങളുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസിനെ പറ്റിയോ വ്യക്തികളെ കുറിച്ചോ ആയിരിക്കും. അപ്പൊ ആ പ്രശ്നം സോൾവ് ചെയ്ത പ്രശ്നം തീർന്നു. പക്ഷെ അതല്ല, അത് എന്താ പറയാ, നിങ്ങൾ അതിൽ ആവർത്തനം ചെയ്യുന്നതാണ് കുറ്റം, പ്രശ്നം തീർക്കാത്തതല്ല കുറ്റം എന്നാണ് മച്ചമ്പി വിചാരിക്കുന്നത്. കാരണം അതിന്റെ പേരിലൊക്കെ ഒരുപാട് വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ അങ്ങനെ നടക്കുന്നുമുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ട്. കാരണം അതുമൂലം നിങ്ങൾക്കാണ് ശരിക്കും മെന്റൽ ടെൻഷൻ, ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള ഒരു ഏറ്റക്കുറച്ചിലുകൾ, ഒരു ബാലൻസ് ഇല്ലായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അവര് നിങ്ങളോട് പറയുന്നത് നിങ്ങളാണ് അവർക്ക് മെന്റൽ ടെൻഷൻ കൊടുക്കുന്നത്, നിങ്ങളാണ് മെന്റൽ ഡിപ്രഷൻ കൊടുക്കുന്നത്, മാനസികമായിട്ടുള്ള ദാരിദ്ര്യങ്ങൾ കൊടുക്കുന്നത് എന്നാണ്. ഇത് രണ്ടുപേരും കൂടി പറഞ്ഞ് തീർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ആളുകളെ മാറ്റിയാൽ തന്നെ, ആവശ്യമില്ലാത്ത മൂന്നാമത്തെ വ്യക്തികൾക്ക് ഉള്ള പ്രാധാന്യം നിങ്ങളുടെ വ്യക്തി മാറ്റിയാൽ തന്നെ, ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ആ പ്രാധാന്യങ്ങൾ മാറ്റിയാൽ തന്നെ ഇത് ഒരുവിധം ക്ലിയർ ആവും. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടി ചിന്ത ഒരുപാട് കൂടുതലാണ്. നിങ്ങൾക്ക് ചിന്ത കൂടുതലാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കാളും കൂടുതൽ ഇപ്പോൾ ചിന്തയുണ്ട്. എങ്ങനെ അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവർക്ക് മോശം വരാത്ത രീതിയിൽ പല സിറ്റുവേഷൻസും എങ്ങനെ മാനേജ് ചെയ്യാം. സൊസൈറ്റിയുടെ മുമ്പിൽ എപ്പോഴും അവർക്ക് നല്ല പേര് കേൾക്കാനാണ് താല്പര്യം. അവർക്ക് എപ്പോഴും അംഗീകാരങ്ങളൊക്കെ, പ്രശംസകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളുടെ വ്യക്തികൾ. അപ്പോൾ അവർക്കോ അവരുടെ കുടുംബത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ആളുകൾക്കോ എങ്ങനെ കോട്ടം തട്ടാതെ, എങ്ങനെ പല കാര്യങ്ങളും അവര് വിജയിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നല്ല ആളുകളായിട്ട് തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പ്രകാശിപ്പിക്കണം. അവർക്കൊന്നും ഒരു കോട്ടം തട്ടാതെ എങ്ങനെ പല കാര്യങ്ങളും സർവൈവ് ചെയ്തുകൊണ്ട് പോകാം, പല കാര്യങ്ങളിൽ നിന്നും. അതായത് ഇപ്പൊ അവർക്കുള്ള ഒരു ടെൻഷൻ എന്ന് പറയുമ്പോൾ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ, സമൂഹം ചോദ്യം ചെയ്യുമ്പോഴോ, മക്കള് ചോദ്യം ചെയ്യുമ്പോഴോ, ഏതെങ്കിലും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ഇപ്പൊ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആര് ചോദ്യം ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ എങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. പല കാര്യങ്ങളും പല സിറ്റുവേഷൻസും ഉണ്ടായതും പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അപ്പുറത്തെ ഭാഗത്ത് നിന്നാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു വെളിച്ചമാണ് നിങ്ങൾ. ഒരു നല്ല എന്താ പറയാ, ഒരു ലൈറ്റ്. ഇപ്പൊ സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ വരുന്നതല്ല, അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഒരു വെളിച്ചമാണ് നിങ്ങൾ. പക്ഷെ മച്ചമ്പി ഇവിടെയുള്ള ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
താൽക്കാലികമായിട്ടുള്ള ബാറ്ററി ഉപയോഗിച്ചുള്ള വെളിച്ചം ഉണ്ടാക്കുവാണ്. ബാറ്ററി ഉപയോഗിച്ചുള്ള വെളിച്ചം ഉണ്ടാക്കുമ്പോ ബാറ്ററി തീരുമ്പോ വെളിച്ചം നിൽക്കും. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ലോലപ്പം ചെയ്യുന്നത്. ഞാൻ എന്താ പറയാ, 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിയല്ലല്ലോ. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.